ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവിൻ്റെ 19ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഷീഷോങ് ഇപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വയ്യാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്ന് കരയുകയാണ്. ആ സമയം ജിയാങ് കൂടെ ഉണ്ട്. ജിയാങ് ആണെങ്കിൽ കുഴപ്പമില്ലൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം ചെങ്ങിന് ഇത് ഓൾറെഡി അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഷീഷോങ് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിയാങ്ങിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചെങ്ങ് തൻ്റെ അടുത്ത് തുറന്നു പറയാതെന്ന്. ജിയാങ് അപ്പോൾ ഒരുപക്ഷെ എങ്ങനെ അത് നിൻ്റെ അടുത്ത് പറയണമെന്ന് അവൻ അറിയാത്തത് കൊണ്ടായിരുന്നിരിക്കും, നീയാണെങ്കിൽ വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അവ പറയുന്നുണ്ട് ഡോക്ടറാണെങ്കിൽ അമ്മയുടെ കണ്ടീഷനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വരികയാണെങ്കിൽ എനിക്ക് പകരം നീ പോയി കേട്ടാൽ മതി, ചിലപ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലായെന്ന് വരത്തില്ല എന്ന്. ജിയാങ് അപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതേസമയം പേഷ്യൻ്റെ കയറി കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു നേഴ്സ് വിളിക്കുന്നുണ്ട്. ഷീഷോങ് കാണാൻ നിൽക്കുന്ന സമയത്ത് ജിയാങ് പറയുന്നുണ്ട് അകത്ത് ചെന്നിട്ട് അമ്മേനെ നോക്കി കരയരുതെന്ന്. അങ്ങനെ ഷീഷോങ് അകത്തേക്ക് പോകുന്നുണ്ട്. സങ്കടം വരുന്നുണ്ട്. എന്നാലും അവനാണെങ്കിൽ ആ ഒരു വിഷമം വലുതായിട്ട് പുറത്ത് കാണിക്കാതെ അമ്മേൻ്റെ കയ്യിലൊക്കെ ചെന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്താ അമ്മയ്ക്ക് വയ്യാത്തവരെ എൻ്റെ അടുത്ത് പറയാത്തെ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും ശ്രദ്ധിക്കേണ്ടായിരുന്നു, ഞാൻ എപ്പോഴും ജോലിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മ അങ്ങനെയൊന്നുമില്ല, നീയാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഞാനാണ് പിന്നെ ചെങ്ങിൻ്റെ അടുത്ത് ഈ കാര്യം തുറന്നു പറയണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷീഷോങ് ആണെങ്കിൽ അടുത്ത ദിവസം വീട്ടിലേക്ക് വന്നിട്ട് അവൻ പുറത്തടങ്ങുന്ന ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ന്യൂ ഇയറിൻ്റെ അന്ന് ഷീഷോങ് അവനും ഇവിടെ നിന്ന സമയത്ത് ഒരുമിച്ച് ഒരു പടക്കം പൊട്ടിച്ചതും അതിൻ്റെ ഒന്ന് രണ്ട് സംഭവങ്ങൾ അവിടെ കിടക്കുന്നതും അവൻ കാണുന്നത്. കാണുമ്പോഴത്തേക്കും ആ ഒരു കാര്യമൊക്കെ അവൻ ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ അവൻ അതിനെ വലിയ കാര്യമാക്കാൻ നിൽക്കാതെ ഇറങ്ങി കളയുന്നുണ്ട്. പിന്നെ ഒത്തിരി ദിവസം കടന്നു പോകുന്നുണ്ട്. മിക്ക ദിവസവും ജിയാങ്ങും ഷീഷോങ്ങിൻ്റെ കൂടെ അമ്മേനെ നോക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അമ്മേനെ ചിയറിയാനായിട്ട് നമ്മുടെ ജിയാങ്ങാണെങ്കിൽ സകല വേലത്തിലും അവിടെ കിടന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഷീഷോങ്ങിനെ അവനാണെങ്കിൽ ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ട്. അതേസമയം ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമില്ല, അമ്മയുടെ കണ്ടീഷൻ നോർമലായി വരുന്നുണ്ട്, ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴായാലും നോർമലാണെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. എന്നാലും മൊത്തത്തിൽ ആൾ ഓക്കെ ആയിട്ടില്ല. അതേസമയം ഈ ഇടയ്ക്കിടയ്ക്ക് ചെങ്ങും അമ്മേനെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഷീഷോങ് അമ്മയുടെ കൂടെ ഫുൾ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ചെങ്ങ് അകത്ത് റൂമിൽ കയറി കാണുന്നില്ല, പകരം പുറത്ത് ഡോറിൻ്റെ അവിടെ നിന്ന് നോക്കുവാണ്. അമ്മയാണെങ്കിൽ എങ്ങനെ കാണുന്നുണ്ട്, ആക്ഷൻ കാണിച്ച് അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങാണെങ്കിൽ ഷീഷോങ് തന്നെ കാണാതിരിക്കാനായിട്ട് ആക്ഷൻ കാണിച്ച് തിരിച്ച് പറയുന്നുണ്ട് ഇല്ലല്ല ഞാൻ പോവുകയാണെന്ന്. അതിനുശേഷം ഒരു ദിവസം ജിയാങ്ങുമായിട്ട് ഷീഷോങ് ഹോസ്പിറ്റലിൽ നിന്ന് സംസാരിക്കുകയാണ്. ആ സമയം ഷീഷോങ് ആണെങ്കിൽ നീ ജോലി വിട്ടിട്ട് നീയാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ ഞങ്ങളുടെ കൂടെ കൂട്ടിന് നിൽക്കുകയാണല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ജിയാങ്ങാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല, പിന്നെ ഞാനാണെങ്കിൽ വർക്കിന് പോയിട്ട് തന്നെയാണല്ലോ വരുന്നത്, കുറച്ച് നേരത്തെ ഇറങ്ങുന്നതേ ഉള്ളൂ, അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ഷീഷോങ് ആ സമയം നിനക്കാണെങ്കിൽ എൻ്റെ അമ്മ ഓക്കെ ആവത്തില്ല, എന്തെങ്കിലും പറ്റിപ്പോകുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഷീഷോങ്ങിൻ്റെ അടുത്ത് ജിയാങ് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, അമ്മ ഇപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് ഓക്കെ വരുന്നുണ്ട്, അമ്മ നല്ല സ്ട്രോങ് ആണ്, നീ വിഷമിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷീഷോങ് പറയുന്നുണ്ട് അത് പിന്നെ എനിക്കങ്ങനെ തോന്നുന്നില്ല, കാരണം ഞാനാണെങ്കിൽ അമ്മേനെ കൂടെ ഇരുന്ന് ഉറക്കിയാൽ മാത്രമേ അമ്മ ഉറങ്ങത്തുള്ളൂ, ഉറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നേരം ഉറങ്ങുകയും ചെയ്യും, ഞാൻ അടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെ വയ്യാതായി പോകുമെന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് വാങ്ങിൻ്റെ ചേട്ടൻ ഷീഷോവിനെ കാണാനായിട്ട് വരുന്നത്. അവർ സംസാരിക്കട്ടെ എന്ന് കരുതി ജിയാങ്ങാണ്ട് ഇങ്ങനെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം ഇതുപോലെ ഷീഷോങ് ചോദിക്കുന്നുണ്ട് എന്ത് വെച്ച് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. ആ സമയം വാങ്ങിൻ്റെ ബ്രദർ അത് പിന്നെ നിൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ അറിഞ്ഞു, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ US ഡോക്ടറാണ്, ആളിതുപോലെ പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്, ആളെടുത്ത് ഞാൻ നിൻ്റെ അമ്മേനെ ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ തന്നെ പ്ലെയിനിൽ കയറിയിട്ടുണ്ടാകും, ആളാണെങ്കിൽ നാളെ ഇങ്ങ് എത്തും, അപ്പോൾ അതൊന്ന് അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇത്ര ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഷീഷോങ് താങ്ക് യു പറയുന്നുണ്ട്. ആ സമയം വാങ്ങിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് കുഴപ്പമില്ല, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേന്ന്. അടുത്ത് വാങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെയാണ് അവൻ്റെ ചേട്ടൻ തിരിച്ച് കയറി വരുന്നതും. ചേട്ടൻ പറയുന്നുണ്ട് നിനക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെയെന്ന്. ആ സമയം വാങ്ങ് എന്നെയാണെങ്കിൽ ഒരാൾ തേച്ചിട്ട് പോയി, അപ്പോൾ എൻ്റെ വിഷമം നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഉദ്ദേശിച്ചത് നമ്മുടെ ചെങ്ങാണെങ്കിൽ എനിക്കിത് നിന്നെ ഇഷ്ടമല്ല എന്ന് വാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയല്ലോ, അതാണ്. ആ സമയം ചേട്ടൻ പറയുന്നുണ്ട് എന്നെ നോക്കിയിട്ട് ആരും ഇഷ്ടമല്ല എന്നൊന്നും പറയത്തില്ല, പിന്നെ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വാങ്ങാൻ സമയം എങ്ങനെ ഉണ്ടാകാനാ, നീ ഇതിലായിട്ട് റിലേഷൻഷിപ്പിലൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ നീ ഇപ്പോൾ ഷീഷോങ്ങിന് വേണ്ടിയിട്ട് ഡോക്ടറിനെ വരെ കണ്ടുപിടിച്ച് കൊടുക്കാൻ നിൽക്കുകയല്ലേ, നീയാണെങ്കിൽ അവന് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അവൻ നിന്നെ മൈൻഡ് ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോയെന്ന്. ആ സമയം അവൻ്റെ ചേട്ടനാണെങ്കിൽ ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ട് പറയുന്നുണ്ട് ചുമ്മാതെ അല്ല, ചെങ്ങാണെങ്കിൽ നിന്നെ വിട്ടിട്ട് പോയത്, അവനങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല, ഒരു തെറ്റുമില്ലാന്ന്. ആ സമയം വാങ്ങ് പറയുന്നുണ്ട് നീയാണെങ്കിൽ പാരൻസിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് അമ്മ പറയുന്നത് നിന്നെപ്പോഴൊരു മോനെ വേണ്ടാന്ന്, പിന്നെ ഞാനാണെങ്കിൽ നിന്നെ ഇവിടെ ഇപ്പോൾ കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് നിനക്കൊരു വീട് പോലും ഇല്ലാതെ നീ കഷ്ടപ്പെട്ട് പോയേനെ എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ചേട്ടനാണെങ്കിൽ നിനക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യം ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെമ്മറീസൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വാങ്ങിന് ഒന്നും ഭയങ്കര മൈൻഡൊന്നുമില്ല, എന്നാലും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ചെങ്ങനെയാണ് ആളിപ്പോൾ വീട്ടിലാണ് നിൽക്കുന്നത്, ആൾ ഷീഷോങ്ങിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഷീഷോങ്ങുമായിട്ടുണ്ടായിരുന്ന ഓരോരോ മൊമെൻറ്റ്സ് ആലോചിക്കുന്നുണ്ട്. അതായത് ഷീഷോങ് ഉണ്ടാക്കി വെച്ചാൽ അവൻ്റെ പാമ്പിൻ്റെ ഷേപ്പിലുള്ള മുട്ടായികളൊക്കെ നോക്കിയിട്ട് ഇത് ഏത് പാമ്പാവണമെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച സിറ്റുവേഷൻസ്, ഷീഷോങ് ചെങ്ങിനെ മസാജ് ചെയ്ത് കൊടുത്തത്, അതുപോലെ തന്നെ ചെങ്ങുണ്ടാക്കിയ ഫുഡ് ഷീഷോങ് ട്രൈ ചെയ്ത് നോക്കുന്നത്, അതെല്ലാം തന്നെ ഇപ്പോൾ ചെങ്ങാണെങ്കിൽ ആലോചിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ സൺസെറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം
അതേസമയം ശീശോനെ കാണിക്കുവാണെങ്കിൽ അവനും അവിടെ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ആ ഒരു സൺസെറ്റ് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതേസമയം അവൻ്റെ മൈൻഡിലും ഇതുപോലെ ചെങ്ങോലുള്ള മൊമെൻറ്റ്സ് തന്നെയാണ് ഓർമ്മ വരുന്നത്. എന്നാൽ അവൻ പെട്ടെന്ന് ആ ഒരു കർട്ടനൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതൊക്കെ വിട്ടുകളയാണ്. എന്നിട്ട് അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വാങ്ങിൻ്റെ ചേട്ടൻ വരുന്നത്. അങ്ങനെ വാങ്ങിൻ്റെ ചേട്ടനുമായിട്ട് പുറത്തു പോയി സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു US നിന്ന് വന്ന ആ ഒരു ഡോക്ടറിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്നെ അതിന് താങ്ക്സ് പറയുന്നുണ്ട്. അമ്മേരെ കണ്ടീഷനും ഇപ്പോൾ ഓക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ചേട്ടനാണെങ്കിൽ എന്തൊരു ഫുഡ് പോലത്തെ എന്തോ ഒരു സംഭവം അതിങ്ങനെ കൊടുത്തിട്ട് അത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. ശീശോ എന്ന് പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ആ സമയം ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഒരു പാക്കറ്റ് തന്നെ കൊടുത്തിട്ട് അമ്മയ്ക്ക് കൂടെ കൊടുക്ക്, ഞാനെന്തായാലും ഇനിയിപ്പോൾ പോവാണ്, പിന്നെ ഞാനാണെങ്കിൽ വാങ്ങിനെയും കൊണ്ട് ഉടനെ തന്നെ തിരിച്ചങ്ങ് എബ്രോഡ് പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശോ ഇനി തിരിച്ച് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് വരുമെന്ന് തന്നെ പറയുന്നുണ്ട്. ശീശോ അപ്പോൾ ഹാപ്പി ആയിട്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും എനിക്ക് കുങ്ഫു ഒക്കെ പഠിപ്പിച്ച് തരണമെന്ന് പറയുന്നുണ്ട്. ചേട്ടനപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശീശോ ബായ് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് വീണ്ടും കയറി പോകുന്നുണ്ട്. ആ സമയം വാങ്ങിൻ്റെ ബ്രദർ ആലോചിക്കുന്നുണ്ട്, നീയാണെങ്കിൽ വാങ്ങിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചെങ്ങിന് പറ്റും, പക്ഷേ വാങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വേണമെന്ന് അവനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശീശോവും കമ്പനിയിലേക്ക് പോകുമ്പോഴത്തേക്കും ചെങ്ങും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചെങ്ങ് ആ സമയം ലിഫ്റ്റിലേക്ക് കൂടെ കയറുന്നതുമില്ല. ശീശോവിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യുന്ന പയ്യനും അവിടെ ഉണ്ടായിരുന്നു. ആ പയ്യൻ ചെങ്ങിൻ്റെ അടുത്ത് നിങ്ങൾ കയറുന്നില്ലേ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. ചെങ്ങ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിഫ്റ്റ് ക്ലോസ് ആവുന്നുണ്ട്. ശീശോ അങ്ങ് പോവുകയാണ്. അടുത്ത് കാണിക്കുന്നത് ജിയാങ്ങിനെയാണ്. ജിയാങ് ഇപ്പോൾ ചെങ്ങുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ചെങ്ങു ആ സമയം കാർഡൊക്കെ എന്തോ നിരത്തി വെച്ച് കളിച്ചുകൊണ്ടിരിക്കായിരുന്നു. ജിയാങ്ങനെ ചെന്ന് ചെങ്ങുവിനെ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും ദിവസം എന്നെ ഇഗ്നോർ ചെയ്തല്ലോ, ഇപ്പോഴാണ് നിൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിയാങ് പറയുന്നുണ്ട്. അത് പിന്നെ ശീശോ ആണെങ്കിൽ ഇപ്പോൾ ചെങ്ങുമായിട്ട് ബ്രേക്കപ്പ് ആയില്ലേ, പിന്നെ അതുപോലെ തന്നെ അവൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ നോക്കാനായിട്ട് കൂടെ നിൽക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങു ആണെങ്കിൽ അതുകൊണ്ട് എന്നെ വിട്ട് കളയണോ, നീ പോയ സമയത്ത് എനിക്ക് സീക്രട്ടായിട്ട് വേറെ വല്ല ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിയാങ് അങ്ങനെ ആരുണ്ടാവാനാ, ചെങ്ങാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ ചെങ്ങ് അങ്ങോട്ടേക്ക് എത്തിയിട്ട് അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ചെങ്ങിനെ അവിടെ കാണുമ്പോഴത്തേക്കും ജിയാങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓൾറെഡി ഇത് രണ്ടും തമ്മിൽ എന്തോ ഉള്ളതായിട്ട് നമ്മുടെ ജിയാങ്ങിന് ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജിയാങ്ങിൻ്റെ മുഖം മാറുന്ന കാണുമ്പോഴത്തേക്ക് ചെങ്ങി പറയുന്നുണ്ട്, അയ്യോ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അത് പിന്നെ അവൻ വീട്ടിൽ ഒറ്റയ്ക്കായുണ്ട് ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണെന്ന്. ആ സമയം ജിയാങ്ങാണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്ത് എത്ര ദിവസമായി നീ ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ പോയപ്പോഴേ ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നു എന്ന് ചെങ്ങ് പറയുന്നുണ്ട്, ഇന്ന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് തന്നെ. ജിയാങ്ങിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കൂടുതൽ ദേഷ്യം വന്നിട്ട് ഇനി മേലെ എൻ്റെ അടുത്തൊന്ന് മിണ്ടിപ്പോലും, നീ ഇവൻ്റെ അടുത്ത് തന്നെ ഇരുന്നോളം പറഞ്ഞിട്ട് ചെങ്ങുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അവനങ്ങ് പോവുകയാണ്. ചെങ്ങുവാണെങ്കിൽ അയ്യോ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പുറകെ പോകുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ നീ ഇവിടെ കൂടാതിരുന്നിട്ട് എനിക്ക് കമ്പനി തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചെങ്ങുവാണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ചെങ്ങ് പറയുന്നുണ്ട് ഞാനിന്ന് അവനെ കമ്പനിയിൽ വെച്ച് മീറ്റ് ചെയ്തു എന്ന്. ആ സമയം ചെങ്ങു നീ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അവൻ്റെ അമ്മേനെ കാണാനായിട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും താൻ എപ്പോഴും പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങുവാണെങ്കിൽ നീയൊക്കെ എന്താ ഇങ്ങനെ, നിങ്ങൾ ഇങ്ങനെ എന്നെ കണ്ടിന്യൂ ആവാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ എങ്ങാനും ജിയാങ് വന്നിട്ട് നിന്നെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല എന്നിങ്ങനെ സിൻസിയറായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഫീലാവും, അങ്ങനെയാണ് എനിക്കിപ്പോൾ ഫീലാവുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങി പറയുന്നുണ്ട് അവനെങ്ങാനും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ വീണ്ടും എൻ്റെ പുറകെ പോകും, അവനെ ആണെങ്കിൽ വീണ്ടും എന്നെ കൊണ്ട് സ്നേഹിപ്പിക്കും. പക്ഷേ ഇവിടെയാണെങ്കിൽ നീയും അവനും കൂടെ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ പോലും ഒന്ന് മര്യാദയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല, ഫുള്ള് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്, ഒന്ന് അറ്റ്ലീസ്റ്റ് രണ്ടിനൊന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്തുകൂടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ അപ്പോൾ ശീശു അങ്ങ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ അവനെല്ലാം അറിയാൻ പറ്റും, പക്ഷെ അവനാണെങ്കിൽ ശ്രമിച്ചില്ലെങ്കിൽ സത്യാവസ്ഥയൊന്നും അവന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഞാനായിട്ട് പോയി പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങുവാണെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് നമുക്ക് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ അക്കുപ്പിക്കും ആരെ കളിക്കും പോലെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങുവാണെങ്കിൽ ജിയാങ്ങിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. കൂടെ അവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യനും നിൽപ്പുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ജിയാങ്ങിനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ഞാൻ നിനക്ക് വേണ്ടി നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നീ വീട്ടിലോട്ട് വാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ദേഷ്യം കാരണം ജിയാങ് പറയുന്നുണ്ട് ചെങ്ങാണെങ്കിൽ നിൻ്റെ കൂടെ വീട്ടിൽ കാണുമല്ലോ, നീ അവൻ്റെ കൂടെ ഇരുന്നോ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ കോൾ കട്ട് ചെയ്യുവാണ്. ആ സമയം അവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യൻ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ചെങ്ങിനെ ഇവിടെ നിന്ന് മാറ്റി വിട്ടാലോ, എന്നാലേ നിങ്ങൾ തമ്മിലുള്ള കാര്യം ശരിയാവുള്ളൂ എന്ന്. ആ സമയം ചെങ്ങുവാണെങ്കിൽ പക്ഷെ അവനെ എങ്ങനെ പറഞ്ഞു വിടും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് പയ്യനാണെങ്കിൽ ഈശോങ്ങായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം ചെങ്ങാണെങ്കിൽ അങ്ങനെ വൺ നൈറ്റ് സ്റ്റാൻഡും പരിപാടിയും ഒന്നും ഇല്ലല്ലോ, നമുക്കൊരു ചെക്കനെയോ പെണ്ണിനെയോ എല്ലാം കണ്ടുപിടിച്ച് കൊടുത്താലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് ചെങ്ങ് വരുന്നുണ്ട്. ചെങ്ങിൻ്റെ അടുത്ത് ചെക്കനെ വേണോ പെണ്ണിനെ വേണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആരായാലും കുഴപ്പമില്ല, നല്ല വലിയ കണ്ണുള്ള ഒരാളായിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജിയാങ്ങാണെങ്കിൽ ഇവങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ജിയാങ്ങിന് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല, കാരണം ചെങ്ങ അവിടെ ഇല്ല. അതേസമയം ചെങ്ങുവാണെങ്കിൽ കൊണ്ട് ഫുഡ് കൊടുത്തിട്ട് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. രണ്ടും കൂടെ ഒന്ന് റൊമാൻറ്റിക്കായിട്ട് ഒന്ന് കിസ് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒരു സാധനം ഇവരുടെ ഇടയിലേക്ക് വന്ന് വീഴുന്നത്. നോക്കുമ്പോഴത്തേക്കും അതൊരു മാനിക്യൂനായിരുന്നു, ഒരു പെണ്ണിൻ്റെ. ചെങ്ങായിരുന്നു അത് വലിച്ചെറിഞ്ഞത്. ചെങ്ങാണെങ്കിൽ അവൻ്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ചെങ്ങിന് ഒരു പെണ്ണിനെയോ ചെക്കനെയോ കണ്ടുപിടിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മേ ബി കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഒരു മാനിക്കിനെ കൊണ്ടു കൊടുത്തത്. എന്തായാലും അതിങ്ങനെ എറിയുമ്പോഴത്തേക്കും ചെങ്ങി വേണമെങ്കിൽ ഇതിനൊക്കെ എന്താണ് വേണ്ടത്, ഇതിനൊക്കെ റൂമിൽ തന്നെ നിന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് പറയുന്നുണ്ട് അത് പിന്നെ അതിൻ്റെ കണ്ണ് ഭയങ്കര വലുതാണ്, കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട്. ജിയാങ്ങ സമയം നിങ്ങൾ രണ്ടും കൂടെ ആയിട്ട് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. ചെങ്ങി അപ്പോൾ അയ്യോ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഇവനാണെങ്കിൽ അവിടെ റൂമിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചെങ്ങുവാണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്ത് ഒന്ന് റൂമിൽ കയറിപ്പോടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങ് പോകുന്നില്ല. ആ സമയം ജിയാങ്ങിൻ്റെ അടുത്ത് ചെങ്ങി പറയുന്നുണ്ട് മൈൻഡാക്കണ്ട, അവനൊരു മനുഷ്യനായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ചെങ്ങാണെങ്കിൽ എങ്കിൽ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്തോ, എന്നെ മനുഷ്യനായിട്ട് പോലും കണക്കാക്കിയിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് അവനവിടെ വിശാലമായിട്ട് കയറിയിരിക്കുന്നുണ്ട്. ജിയാങ് അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടും ആ മാനിക്യൂരിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവ ഇറങ്ങി പോകുന്നുണ്ട്. ചെങ്ങി പോവില്ലേ പോലെ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പുറകെ പോവുകയും ചെയ്യാണ്. ചെങ്ങിനാണെങ്കിൽ ഇത് കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവനാണെങ്കിൽ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയാങ് നേരെ ഷീഷോങ്ങിൻ്റെ അടുത്ത് കമ്പനിയിലേക്കാണ് വന്നേക്കുന്നത്. ജിയാങ് ചെങ്ങുവിനെ മീറ്റ് ചെയ്യാൻ പോവായിരുന്നു എന്നുള്ള കാര്യം ഷീഷോങ്ങിന് അറിയാം. പക്ഷേ ജിയാങ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റിയ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്തോട് ജിയാങ് പറയുന്നത് അത് പിന്നെ ഞാനവിടെ പോയപ്പോൾ ചെങ്ങ് അവിടെ ഉണ്ടായിരുന്നു, ചെങ്ങിപ്പോൾ അവൻ്റെ കൂടെ അവിടെ താമസിക്കുകയാണെന്ന്. അപ്പോൾ ചെങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഷീഷോങ് റെസ്പോൺസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിനക്ക് ജലസ് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തിനാണ് ജലസ് ആവുന്നത്, നിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അല്ലേ അവനിരിക്കുന്നത്, നീയല്ലേ ജലസ് ആവേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഷീഷോങ് പറയുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതിനെ പറ്റിയല്ല, കുറച്ച് ദിവസം മുന്നേ വരെ എൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വരാൻ നോക്കി യുയിനെ ഇപ്പം കാണാനേ ഇല്ല, അവളെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ അവളെ കുറിച്ച് ഞാൻ അന്വേഷിക്കാനും നോക്കി, ഒരു വിവരവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജിയാങ് പറയുന്നുണ്ട് അവൾ മിക്കവാറും എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചിട്ട് വല്ലയിടത്തും ഒളിച്ചിരിക്കുന്നുണ്ടാവുന്നു. എന്നാലും ഷീഷോങ് അവളെ ആരെങ്കിലും ഒളിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, കാരണം അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല എന്ന് പറയാണ്. ആ സമയം ജിയാങ് വേറെ ആരാവാനാ, ഒരുപക്ഷെ നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെ അവളെ പറഞ്ഞിട്ടത് ആ ഒരു വ്യക്തിയായിരിക്കും എന്ന് പറയുമ്പോൾ ഷീഷോങ് നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ജിയാങ് അപ്പോൾ വേറെ ആരെ, ഞാൻ വാങ്ങിനെ തന്നെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഷീഷോങ് ആണെങ്കിൽ ചെങ്ങാണെങ്കിൽ വാങ്ങിൻ്റെ അടുത്ത് എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പാമ്പിനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പാമ്പ് ഇപ്പോൾ ഷീഷോങ്ങിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ അവനാണെങ്കിൽ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നല്ല സേഫായിട്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ആ ഒരു പാമ്പ് അവൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീഷോങ്ങിനെ കാണാനായിട്ട് നമ്മുടെ വാങ്ങിൻ്റെ ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ചേട്ടൻ കുറച്ച് ദിവസത്തേക്ക് അതിനെ നോക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് പോയതാണ്. ആ ഒരു കാര്യം ഞാൻ നേരത്തെ ആ സീനിൽ പറയാനായിട്ട് വിട്ടുപോയതാണ്. അങ്ങനെയാണ് അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു പാമ്പുള്ളത്. അവനാണെങ്കിൽ ആ പാമ്പിനെ കമ്പനിയിലാണ് വച്ചേക്കുന്നത്. അടുത്ത ദിവസം പക്ഷേ കമ്പനിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പാമ്പിരുന്ന ബോക്സ് കാണുന്നില്ല. അവൻ വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ്റെ ആ ഒരു അസിസ്റ്റൻ്റായിട്ടുള്ള പയ്യൻ കയറി വരുമ്പോഴത്തേക്കും എന്താ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ അത് പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, നീ എങ്ങാനും എൻ്റെ ഓഫീസിൽ കയറിയിട്ട് അത് എടുത്തോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ പയ്യൻ ഞാൻ എടുത്തില്ല, പക്ഷേ നേരത്തെ ക്ലീനിങ്ങിന് വന്ന ഒരു ലേഡി ആ ബോക്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഷീഷോങ് നേരെ വേസ്റ്റൊക്കെ കൊണ്ട് തട്ടുന്ന സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്. ഒരുപാട് കാർഡ്ബോർഡ് പെട്ടികൾ ഉണ്ടായിരുന്നു. ഓരോന്നായിട്ട് നോക്കി 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 വരുമ്പോഴത്തേക്കും അടിയുന്നൊരു പെട്ടിയിൽ നിന്ന് ആ ഒരു ബോക്സിനെയും പാമ്പിനെയും കിട്ടുന്നുണ്ട്. അത് കാണുമ്പോഴാണ് ഷീഷോങ്ങിന് ഒന്ന് സമാധാനമാവുന്നത്. അടുത്ത് കാണിക്കുന്ന ചെങ്ങിനെയാണ്. ചെങ്ങിനെ മുമ്പ് ഷീഷോങ് കൊണ്ടുവന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് ഇപ്പോൾ ചെങ്ങ് വന്നേക്കാണ്. വരുന്ന ടൈമിന് അവനാണെങ്കിൽ ഷീഷോങ്ങോട്ട് വന്ന ആ ഒരു മെമ്മറീസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അവിടുത്തെ കടയിൽ ആ ഒരു ലേഡി ഇവനെ കാണുമ്പോൾ തന്നെ ഷീഷോങ്ങിൻ്റെ കൂടെ അന്ന് വന്ന പയ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ കഴിയാനായിട്ട് ഫുഡും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം ഇവർക്ക് വേണ്ടിയിട്ട് കുടിക്കാനായിട്ട് ഐസ് വെള്ളവും എല്ലാം തന്നെ ഇവരാണ് സ്വന്തമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് മുമ്പ് ഷീഷോങ്ങോട്ട് വന്ന സമയത്ത് ഷീഷോങ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണുമ്പോഴത്തേക്കും ചെങ്ങിന് ഷീഷോങ്ങിന് ഓർമ്മ വരാണ്. അതേസമയം തന്നെ കടയിൽ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ലേഡിയുടെ അടുത്ത് ഇതൊന്നും പറ്റി ആൾക്കാരൊന്നും ഇല്ലാത്തത് എന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ ഇപ്പോൾ ഫുൾ നഷ്ടമാണ്, ആൾക്കാരൊന്നും വരത്തില്ല, ബിസിനസ്സൊക്കെ എല്ലാം പൊളിയാറായിരിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഷീഷോങ്ങിനെയാണ്. അവനിപ്പോൾ അവൻ്റെ അമ്മയുടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അമ്മയുടെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി വരുന്നുണ്ട്. ആ സമയം തന്നെ ചെങ്ങാണെങ്കിൽ അമ്മേനെ കാണാനേ വരുന്നുണ്ട്. ഷീഷോങ് അവനെ കാണാതിരിക്കാനായിട്ട് അവൻ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അമ്മ അവനെ കാണുന്നുണ്ട് ഡോർ വഴി, അവൻ്റെ അടുത്ത് ഹായ് പറയുന്നൊക്കെയുണ്ട്. ആ സമയം ഷീഷോങ് അമ്മേനെ ബെഡിലേക്ക് കിടത്താണ്. എന്നിട്ട് പുറത്തേക്ക് അവൻ ഇറങ്ങുന്ന സമയത്ത് ചെങ്ങാണെങ്കിൽ മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പോയി കഴിയുന്നതും ചെങ്ങാണെങ്കിൽ അകത്തേക്ക് കയറാണ്. ആ സമയം അമ്മ അടുത്തേക്ക് വന്നിറങ്ങാനെ വിളിക്കുന്നുണ്ട്. അവനങ്ങനെ അടുത്തേക്ക് നിന്റെ കൈയൊക്കെ പിടിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം അറിയാമെന്ന്. ആ
സമയം അവനാണെങ്കിൽ മനസ്സിലായില്ല അമ്മ ഒന്നുകൂടെ പറയാനായിട്ട് പറയുമ്പോൾ അമ്മയാണെങ്കിൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ഓർത്ത് പേടിയുണ്ട്, ഇതൊരു പക്ഷേ അത്ര എളുപ്പമായിരിക്കത്തില്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ആ സമയം ചെങ്ങാണെങ്കിൽ ഓക്കെ അമ്മയെ വിഷമിക്കേണ്ട, അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ചെങ്ങാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം തന്നെയാണ് ശീശോങ് അങ്ങോട്ടേക്ക് തിരിച്ചു കയറി വരുന്നത്. ശീശോങ് വരുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയാണ്. എന്നാൽ ശീശോങ് ഇപ്പോൾ കണ്ടീഷൻ അത്ര ഓക്കെ അല്ല, നമുക്ക് പിന്നീട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ഇല്ല എനിക്ക് പോകണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഓക്കെ നമുക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ അവൻ അമ്മേനെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയാണെങ്കിൽ താൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാൽ അമ്മ ഓക്കെ അല്ലാന്ന് അവന് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സങ്കടമാവുന്നൊക്കെ ഉണ്ട്. എന്നാൽ അവൻ പുറത്ത് കാണിക്കുന്നില്ല. അതിനുശേഷം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിയുന്ന സമയത്തും അമ്മയാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയിലൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു മരുമകളെ കൊണ്ട് തരുന്നതെന്ന്. ശീശോങ് അപ്പോൾ അറിയില്ല, ഉടനെ തന്നെ നമുക്കൊരാളെ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം തന്നെ അമ്മയാണെങ്കിൽ ഒരുപക്ഷെ ചെങ്ങും അവന് നമ്മളുടെ കാര്യം അവൻ തുറന്നു പറയുമായിരിക്കും എന്ന് കരുതിയിരിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് ചെങ്ങ് ശരിക്കും നല്ലൊരു പയ്യനാണെന്ന്, അവനിപ്പോൾ കണ്ടിട്ടും ഒത്തിരി ആയെന്ന്. ആ സമയം അവൻ പറയുന്നുണ്ട് നല്ല പയ്യൻ തന്നെയാണ്, പിന്നെ അവനൊരു പക്ഷേ കമ്പനിയിൽ ബിസി ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അവനിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഇവൻ പാത്രമൊക്കെ കഴിയുന്ന സമയത്ത് അമ്മയാണെങ്കിൽ പുറത്ത് ചെയറിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അവനങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് വാ അമ്മ നമുക്ക് അകത്ത് പോയി കിടന്ന് ഉറങ്ങാം എന്നിങ്ങനെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ അമ്മ എഴുന്നേൽക്കുന്നില്ല. അമ്മയുടെ കയ്യിൽ ഒരു മുട്ടായി ഇരിക്കുന്നുണ്ടായിരുന്നു, അതും താഴെ വീണ് പൊട്ടുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും അവന് മനസ്സിലായി അമ്മ മരിച്ചു പോയിന്ന്. ആ സമയം അവന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ എന്തൊക്കെയോ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൻ അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ, ഇതെങ്ങാനും തണുപ്പ് കാലമായിരുന്നെങ്കിൽ പുറത്ത് കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മയ്ക്ക് വയ്യാതാവത്തില്ലായിരുന്നു, എപ്പോഴും എനിക്ക് അമ്മേനെ നോക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ അമ്മയുടെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, ഞാൻ ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അത് അമ്മയടുത്ത് പറയാതിരുന്നത് അമ്മ എങ്ങനെ ടെൻഷനായാലോ എന്ന് ഓർത്തിട്ടാണ്. അമ്മയാണെങ്കിൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ ദേഷ്യപ്പെടേണ്ടതാണ്, കാരണം ഞാൻ അമ്മയുടെ അടുത്ത് ഇതൊക്കെ മറച്ചു വെച്ചില്ലേ. പിന്നെ അമ്മയ്ക്ക് എപ്പോഴാണ് ഒരു മരുമോളെ കൊണ്ടുവരുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, അമ്മയ്ക്ക് ഒരു മരുമോളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ. സോറി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ മുട്ടുകുത്തിയിരുന്നിട്ട് കുറേ തവണ സോറി പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അമ്മേൻ്റെ ബോഡീനെ ഹഗ് ചെയ്തിട്ട് അവൻ കരയുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നൊരു